കളിയും ചിരിയും നീർക്കുഴിയിടലും കുമിളകൾ പൊട്ടിക്കലുമായി കേരള നളിനപ്പൊയ്കയിൽ നീന്തി പണ്ടവർ എന്ന് വയലാർ മനുഷ്യനിലേക്ക് എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. കളിച്ചും ചിരിച്ചും മനുഷ്യരെ മറന്ന് നീർക്കുഴിയിട്ടും വിപ്ലവത്തിൻ്റെ കുമിള പൊട്ടിച്ചും കേരളത്തിലെ ഭരണമാകുന്ന നളിനപ്പൊയ്കയിൽ നീന്തിത്തുടിച്ച് നടക്കുന്ന ഒരു മന്ത്രിയാണ് വീണ ജോർജ്. മനുഷ്യന് നൊന്തപ്പോഴൊക്കെ വീണ വായിച്ച ആരോഗ്യമന്ത്രി ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ഇതാ സൂംബ നൃത്തം ചെയ്ത് അർമാദിക്കുന്നു. സിസ്റ്റം വീണ അങ്ങനെ സൂംബ ജോർജായി മാറി. ഒരു മന്ത്രി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സൂംബ നൃത്ത ചുവട് വെച്ച് ആനന്ദ നടനമാടുന്നതിൽ എന്താണ് തെറ്റ്? യാതൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, ശരിയുമാണ്. മന്ത്രിയുടെ ചില സ്റ്റെപ്പുകളാണെങ്കിൽ വളരെ ദുർബലവും മോശവുമാണ്. ഹോ, എത്ര ബോറ്! ഒന്ന് നോക്കൂ. ബിരുദാനന്തര ബിരുദധാരിയും LLB കാരനുമായ റഹീമിൻ്റെ ഇംഗ്ലീഷ് പോലെയായി വീണ ജോർജിൻ്റെ സൂംബ നൃത്തം. ഇതിലും ഭേദം നാടോടി നൃത്തം തന്നെയായിരുന്നു. വീണ അതിൽ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ഇനിയുള്ള നൃത്തത്തിലെങ്കിലും വീണ മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. നിലത്ത് കിടത്തി ചികിത്സ മുതൽ ഇടിച്ചിട്ട് കൊന്ന് ചികിത്സ വരെ നടത്തിയ ആരോഗ്യ വകുപ്പ് കേരള സമൂഹത്തിലുണ്ടാക്കിയ കഴിഞ്ഞ 5 വർഷത്തെ മാറ്റം ചില്ലറയൊന്നുമല്ല. ആരോഗ്യമന്ത്രിയെപ്പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഇതുപോലെ കഴകം കെട്ട ഒരു ആരോഗ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി വീണ ജോർജിനെ നമ്മൾ അധികമൊന്നും പുറത്തേക്ക് കണ്ടില്ല. പ്രവർത്തകർ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണത്രേ മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. ഇറങ്ങിയിടത്തൊക്കെ പാർട്ടി 8 നിലയിൽ പൊട്ടി. ആറന്മുള മണ്ഡലത്തിൽ LDFിൻ്റെ വോട്ട് വീതം ഗണ്യമായി കുറഞ്ഞു. വീണ ജോർജിൻ്റെ ശത്രുക്കളിൽ ഒരാളായ കോപ്പർ പപ്പൻ ചെമ്പ് തെളിഞ്ഞ് അകത്ത് കിടക്കുന്നു. പാർത്ഥസാരഥിയുടെ നാട്ടിലിരുന്ന് അയ്യപ്പൻ്റെ മുതലുകെട്ട പത്മകുമാറിന് ഇപ്പോൾ ഹരിവരാസനം ഇല്ലാതെ തന്നെ ഉറങ്ങാൻ കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പത്മകുമാർ കാരണം വീണ ജോർജ് പമ്പാ നദിയിൽ വീഴും. വീണ ജോർജിൻ്റെ അതിഭയങ്കരമായ തിളക്കവും ഈ പപ്പൻ്റെ മോഷണവും എല്ലാം കൂടി മണ്ഡലത്തിലെ CPMനെ ഒരു പരുവത്തിലാക്കി. 75-ാം വയസ്സിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാകാനിറങ്ങിയ KCR തട്ടിമുട്ടി ജയിച്ചെങ്കിലും പ്രസിഡന്റ് മോഹം പൊളിഞ്ഞു. എന്തുകൊണ്ടാണ് വീണ ജോർജ് മെഴുവേലി പഞ്ചായത്തിൽ പോയി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാതിരുന്നത്? പഞ്ചായത്ത് വാർഡിൽ ജയിച്ച KCRന് വീണ ജോർജ് വിജയാശംസകളും നേർന്നിട്ടുണ്ട്. നോക്കണേ, MLA ആയി നടന്ന ഒരു മനുഷ്യനെ കൊണ്ട് പഞ്ചായത്ത് അംഗമാക്കി മാറ്റി. യാതൊരു വിധമായ രാഷ്ട്രീയ പ്രബുദ്ധതയുമില്ലാത്ത, പാർട്ടി പ്രവർത്തനത്തിൻ്റെ ബാലപാഠം അറിയാത്ത, ജീവിതത്തിൽ ഇന്നോളം ഒരു പ്രകടനം പോലും നയിച്ചിട്ടില്ലാത്ത വന്നു കയറിയ വിപ്ലവകാരി കാരണം പത്തനംതിട്ടയിലെ പാർട്ടിയിൽ തന്നെ ഭിന്നത രൂക്ഷമാണ്. കോൺഗ്രസിൻ്റേതുപോലെ തെരുവിലിറങ്ങി മുണ്ടുപറിക്കലും ഗീർവാണവും ഇല്ലാത്തതുകൊണ്ട് മാത്രം അകത്തെ ലാവ പുറത്തേക്ക് ഒഴുകാറില്ല എന്ന് മാത്രം. എന്തെല്ലാം വിവാദങ്ങളിലാണ് ഈ സ്ത്രീ ചെന്നു ചാടിയത്. പ്രതിപക്ഷം സംസാരിക്കുമ്പോഴെല്ലാം നിയമസഭയിൽ ഈ മന്ത്രിയുടെ ചിലപ്പായിരിക്കും കൂടുതൽ ഉയർന്നു കേൾക്കുക. വിമർശനം സഹിക്കില്ല. വെല്ലുവിളിക്കാണെങ്കിൽ കുറവുമില്ല. കഴകത്താണെങ്കിൽ 7 അയലത്തുകൂടി പോയിട്ടുമില്ല. കേരള സദസ്സിന് പോയി കാച്ച് എന്തെല്ലാം ഗീർവാണങ്ങളായിരുന്നു. ആ കപ്പിത്താൻ പ്രയോഗത്തോടെ വീണ ജോർജ് ഒരു പരിഹാസ കഥാപാത്രമായി കേരള സമൂഹത്തിന് മുമ്പിൽ മാറി. ഈ ടേം കൂടി കഴിയുന്നതോടെ പാർട്ടി വീട്ടിലിരുത്തുമോ പറഞ്ഞു വിടുമോ എന്ന ആശങ്കയിലായിരുന്നു വീണ ജോർജ്. എന്നാൽ ഇതാ പാർട്ടി വീണ്ടും വീണയെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നതായാണ് വാർത്ത വരുന്നത്. വീണയില്ലാതെ പത്തനംതിട്ടയിൽ പാർട്ടിയില്ല. ആറന്മുളയിൽ 3ാമതും വീണ ജോർജ് മത്സരിക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവനും വിറക് വെട്ടിയവനുമൊക്കെ പുറത്തുണ്ട്. പക്ഷേ അവർക്കൊന്നും ഗ്ലാമറില്ല. വീണയല്ലാതെ മറ്റൊരു മുഖം ആറന്മുളയിലെ പാർട്ടിക്കില്ലതാനും. പാർട്ടിക്കാര് കാലുവാരിയാലും സഭയുടെ ബലത്തിൽ ജയിച്ചു കയറാമെന്നാണ് ചിന്ത. പാർട്ടിയിലെ പ്രമാണിമാരോടല്ലാതെ സാധാരണ മനുഷ്യരോടും മനുഷ്യപ്പറ്റ് കാണിക്കാത്തയാളാണ് വീണ ജോർജ് എന്നാണ് പാർട്ടിക്കാർ തന്നെ രഹസ്യമായി പറയുന്നത്. മേറൂട്ടിയുടെ മറ്റൊരു വേർഷനാണ് വീണ. നിലത്ത് നിന്ന് വല്ലാതെ അങ്ങ് പൊങ്ങുന്നവരെയെല്ലാം തട്ടി താഴെ ഇടുന്നതാണ് നമ്മുടെയൊക്കെ ഒരു നടപ്പ് രീതി. എന്തായാലും പുതുവർഷത്തിലെ ഈ സൂംബ ഭരണത്തിലിരുന്നുള്ള അവസാനത്തെ പിഴച്ച ചുവടാകാനാണ് സാധ്യത. മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളും പാർട്ടി കോട്ടകൾ ഉൾപ്പെടെ UDFിൻ്റെ കയ്യിലായിട്ടുണ്ട്. കപ്പിത്താൻ്റെ മുഴുപ്പും പറഞ്ഞു ചെന്നാലൊന്നും ഇനി കര പറ്റണമെന്നില്ല. ആറന്മുളയിൽ ഒഴുകുന്ന പമ്പാ നദിയിലൂടെ കപ്പൽ വരില്ല. ചുണ്ടൻ വള്ളവും കളിവള്ളങ്ങളും മാത്രമേ വരൂ. എന്തായാലും വീണ ജോർജിൻ്റെ സൂംബ കണ്ട ജനം അവരുടെ FB പോസ്റ്റിൻ്റെ കീഴിൽ വന്ന് നല്ല താങ്ങുന്നുണ്ട്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ സൂംബ ക്ലാസ്സിൽ പതിവായി പോകാമെന്നാണ് ഒരു കമൻറ്റ്. ഭരണമോ ദുരന്തം, എന്നാൽ പിന്നെ ഈ ഷോയെങ്കിലും നടക്കട്ടെ എന്നായി വേറൊരാൾ. എന്തായാലും പോണ പോക്കിൽ ഒരു ഡാൻസ് അത്രമാത്രം കരുതിയാൽ മതി.
ഇതോടുകൂടിയെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ വീണയുടെ രാഷ്ട്രീയ കലാപരിപാടികൾ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകരുന്നതിന് മുമ്പ് ഡാൻസും ഉണ്ടായിരുന്നു. ഒടുവിൽ കപ്പിത്താനും വീണ വായിച്ച് മുങ്ങിച്ചത്ത കഥ കേട്ടാൽ കരച്ചിൽ വരും.